സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം, കേട്ടോടെ. ഒരിക്കലും അങ്ങനെ കോമഡിക്കായ പോലെ തമാശക്കാണെങ്കിൽ പോലും ഒരിക്കലും ഇത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. എടാ പുറത്താക്കാൻ ആൾക്കാർ നിന്നെ പുറത്താക്കാൻ പറഞ്ഞു, മാനേജ്മെന്റ് പുറത്താക്കാൻ എന്നോട് പറഞ്ഞില്ല. നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു. എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? വന്ന വണ്ടി കിട്ടില്ലെങ്കിൽ കിട്ടണ വണ്ടിക്ക് നാട്ടിപ്പോടാ. എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നില്ല. എനിക്ക് വിഷമം കാണുമ്പോ ഞാൻ അങ്ങോട്ട് നോക്കി പറഞ്ഞു. അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകര, ഞാൻ പോവില്ല. പോടാ. ഞാൻ പോയാലെങ്ങനെ? എനിക്ക് ചില കാര്യങ്ങളെ കൂടെ ചെയ്തു തീർക്കാനുണ്ട്. പോടാ. കാര്യമില്ലല്ലോ. അമ്മച്ചി എന്തൊരു പെർഫോമൻസ്! എവിടെ നിന്ന് കിട്ടി ഇതിനെ? ഫുഡ് പോലും കിട്ടിയ. ഇത് പിന്നിൽ നിന്നുള്ള കുത്തായി പോയി സാർ. പൊയ്ക്കോ സാർ, ഞങ്ങൾക്ക് വേറെ മാർഗമില്ല സാർ. എനിക്കും എക്സ്പ്ലനേഷൻ കൊടുക്കുക, ആൾക്കാർക്ക് വേണ്ട എക്സ്പ്ലനേഷൻ കൊടുക്കും. കുറെ കരച്ചിൽ ഇതും ആക്കല്ല. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. തിന്നാ തൂറ എന്തിനാ ഇത്രയും തൂക്കുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കൂച്ചിട്ടുണ്ട്. ഇത് നീ ആക്ട് ചെയ്യുന്നതാണോ നമുക്ക് സംശയമുണ്ട്. മൂക്കലല്ലോ ഒലിക്കുന്ന തുടക്ക്. എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഞാനിവിടെ ജോലിയില്ലാതെ തെണ്ടിക്കോട്ടെന്നോ? അതെ. നീ അല്ലേലും മനസാക്ഷി ഇല്ലാത്തവനാണ്. ആണ് ദാസാ, ഞാൻ നിന്റെ ഒരു സുഹൃത്തായിരുന്നു. ആയിരുന്നു എന്ന് വെച്ചാ ഇപ്പോഴല്ലേ? അല്ല. അവിടെ പോയി പറഞ്ഞു. ഞാനൊന്നും ചെയ്യൂല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഒരാവേശത്തിലെടുത്ത് ചാടി. വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഇനി ഇത് ആവർത്തിക്കരുത്. ഒന്നും ചെയ്യൂല. അതിന് പുറത്താക്കല്ല. ഇത്രയും ഇടതില്ല. എന്നെ അങ്ങനെ ഉപേക്ഷിക്കല്ലേ സാറേ. ഈ ലോകം വിട്ടാ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഇവിടെയുള്ളവരൊക്കെ എന്റെ ബന്ധുക്കളാ. സാറിനറിയാം. 30 ട്രെയിൻ ഉണ്ട്. താവണെങ്കിൽ അത് കയറി കുങ്കിൾ ചുമ്മാ ചലിക്കാടെ. പോക്കർത്തനം കാണിച്ച അമ്മച്ചു കാണാൻ ഇടിച്ചിന്റെ കൂമ്പ് കളിക്കളെ. അല്ല, അങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ നാളെ പിന്നെയും പോയിട്ട് എന്തെങ്കിലും ചെയ്യും. ബാക്കിയല്ലടാ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ അവിടെ കഷ്ടപ്പെടുന്നത്. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. In the house of my wife and daughter, you will not see any minute of the today. ഇറങ്ങി പോടാ.